ശതകോടീശ്വരൻ ഗൗതം അദാനി, അനന്തരവൻ സാഗർ അദാനി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അമേരിക്കയിൽ ചുമത്തിയിരിക്കുന്ന കേസിൽ നിർണായക വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നും ആരോപിച്ച് US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ അഥവാ SEC ആയിരുന്നു അദാനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഏകദേശം 14 മാസങ്ങൾ പിന്നിട്ടെങ്കിലും ഇരുവരും ഇന്ത്യയിലായതിനാൽ സമൻസ് കൈമാറാൻ പോലും SECക്ക് സാധിച്ചിരുന്നില്ല. അദാനിക്ക് സമൻസ് നൽകാൻ ശ്രമിച്ചെങ്കിലും അതിനെ കേന്ദ്ര സർക്കാർ എതിർക്കുകയായിരുന്നു. സമൻസ് അയക്കാനുള്ള അധികാരം ചോദ്യം ചെയ്ത് ഇന്ത്യൻ നിയമ നീതിന്യായ മന്ത്രാലയം SECക്ക് കത്തും അയച്ചിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് നയതന്ത്ര മാർഗങ്ങൾ മറികടന്ന് ഗൗതം അദാനിക്കും സാഗർ അദാനിക്കും അവരുടെ US കൗൺസിൽ മുഖേനയും ഇമെയിൽ വഴിയും സമൻസ് അയക്കാനായി US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ അമേരിക്കയിലെ ഫെഡറൽ കോടതിയെ സമീപിക്കുന്നത്. ആ ഹർജിയിലാണ് നിലവിൽ അദാനി തന്റെ ഭാഗം അറിയിച്ചിരിക്കുന്നത്. ന്യൂയോർക്കിലെ ബ്രൂക്ലിനിലുള്ള ഒരു ഫെഡറൽ കോടതിയിൽ അദാനിമാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകരും SECയും ചേർന്ന് സമർപ്പിച്ച ഫയലിംഗ് പ്രകാരം സമൻസ് സ്വീകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. സംയുക്ത അപേക്ഷ ബന്ധപ്പെട്ട കോടതിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. കേവലം സാധാരണ നടപടിക്രമമാണെങ്കിലും കേന്ദ്ര സർക്കാർ അദാനിയെ പൊതിഞ്ഞു പിടിക്കാൻ അതിനെ സാധിക്കാതെ പോയിരിക്കുന്നു എന്നതാണ് ഈ വാർത്തയെ ശ്രദ്ധേയമാക്കുന്നത്. സംയുക്ത അപേക്ഷ ജഡ്ജി അംഗീകരിച്ചാൽ 90 ദിവസത്തിനുള്ളിൽ അദാനിമാർക്ക് മറുപടി നൽകണം. ശേഷം 60 ദിവസത്തിനുള്ളിൽ SECക്ക് അവരുടെ എതിർപ്പും ഫയൽ ചെയ്യാം. അതായത് അദാനിക്കെതിരായ കേസിൽ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് US കോടതി കടക്കുമെന്ന് അർത്ഥം.